ഹലോ കൂട്ടുകാരെ, ഞാൻ എല്ലാവരോടുമായിട്ടൊരു കഥ പറയാവേ. നമുക്കെല്ലാവർക്കും ഒരുപാട് സങ്കടങ്ങളും വിഷമങ്ങളും വീഴ്ചകളും ഒക്കെ ഉണ്ടല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് മറക്കാനായിട്ട് ഈ കഥയൊന്ന് കേട്ടോ. ഒരു രാജ്യത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നേ. ആ രാജാവ് ഭയങ്കര ദേഷ്യക്കാരനായിരുന്നു. എല്ലാവരോടും ദേഷ്യമായിരുന്നു അദ്ദേഹത്തിന്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ആ രാജ്യത്ത് വലിയൊരു യുദ്ധം നടന്നു. ആ യുദ്ധത്തിൽ രാജാവിൻ്റെ ഒരു കണ്ണ് പോയി. ഒരു കണ്ണ് നല്ല മുറിവേറ്റ് ആ കണ്ണ് വല്ലാണ്ടായി. അങ്ങനെ അത് മുറിവൊക്കെ കരിഞ്ഞെന്ന് പറഞ്ഞാലും ആ മുഖം അങ്ങ് വികൃതമായി മാറി കേട്ടോ. പക്ഷെ കാലക്രമേണ അദ്ദേഹം ആ കണ്ണിനോട് പൊരുത്തപ്പെട്ട്. എന്നാലും അദ്ദേഹത്തിന് ദേഷ്യത്തിനൊരു കുറവുമില്ല. ഭയങ്കര ദേഷ്യക്കാരൻ തന്നെയായിരുന്നേ. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഈ ചുവരുകളിലൊക്കെ പഴയ പൂർവികരുടെ ഫോട്ടോകൾ ഇരിക്കുന്ന കണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഒരാഗ്രഹം തോന്നി, തൻ്റെ ഒരു മനോഹരമായ ചിത്രം കൂടി ഇവിടെ വരച്ച് വെക്കാമെന്ന്. അങ്ങനെ അദ്ദേഹം കൊട്ടാരത്തിലുള്ള ചിത്രകാരന്മാരും അങ്ങനെ പുറത്തുനിന്നുള്ള ചിത്രകാരന്മാരും ഒത്തിരി ആൾക്കാർ വന്ന് അദ്ദേഹത്തിൻ്റെ ചിത്രം വരയ്ക്കാൻ. എന്നാൽ എല്ലാവരും ആ ചിത്രം വരയിൽ നിന്നും പിന്മാറി. കാരണം രാജാവിൻ്റെ ഒരു കണ്ണ് പോയതുകൊണ്ട് തന്നെ ചിത്രം വരച്ചെടുക്കുമ്പോൾ വികൃതമായ രൂപമായിരിക്കുമെന്ന് അവർക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു. അങ്ങനെ വരച്ച് കൊടുത്താൽ തന്നെ ഈ ദേഷ്യക്കാരനായ രാജാവിന് കൊടുക്കാനുള്ള പേടി കൊണ്ട് എല്ലാവരും അതിൽ നിന്നും പിന്മാറി. അപ്പം ആ നാട്ടിൽ ഭയങ്കര പാവപ്പെട്ട് നല്ല ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അവൻ നല്ലൊരു ചിത്രകാരനായിരുന്നു. അവനും ഇതറിഞ്ഞ് കൊട്ടാരത്തിൽ വന്നു. എന്നിട്ട് അവൻ പറഞ്ഞു, എല്ലാവരും പിന്മാറി നിൽക്കുന്നിടത്തിട്ട് അവൻ വന്ന് പറഞ്ഞു, ഞാൻ വരയ്ക്കാം രാജാവേ എന്ന് പറയും. അപ്പം മറ്റുള്ള ആൾക്കാരൊക്കെ അവനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും. നീ പോവരുത്, നീ പോയി കഴിഞ്ഞാൽ ചിത്രം വരയ്ക്കുമ്പോൾ ഭംഗിയില്ലാതാവും. അപ്പം ചിത്രത്തിന് ഭംഗിയില്ല എന്നും പറഞ്ഞ് രാജാവിൻ്റെ ശിക്ഷയ്ക്ക് നീ ഇരയാകേണ്ടി വരും. അങ്ങനെയൊക്കെ പറഞ്ഞ് അവർ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവൻ പിന്മാറിയില്ല. കാരണം അവൻ്റെ കഴിവിൽ വിശ്വാസമുണ്ടായിരുന്നു. അങ്ങനെ 2 ദിവസം കൊണ്ട് അവൻ ആ ചിത്രം പൂർത്തിയാക്കി. എന്നിട്ട് രാജാവിനെ അറിയിച്ചു. അങ്ങനെ രാജാവും പ്രജകളും എല്ലാവരും എത്തി ആ ചിത്രം അവൻ പ്രദർശിപ്പിച്ചു. അപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയി. സത്യം പറഞ്ഞാൽ അത്ര മനോഹരമായിട്ട് അവൻ വരച്ചിട്ടുണ്ടായിരുന്നു ആ ചിത്രം. അതായത് യുദ്ധഭൂമിയിൽ ഒരു ശത്രുവിനെതിരെ അമ്പെയ്യുന്ന രാജാവിൻ്റെ ചിത്രമായിരുന്നു അത്. ഒരു കണ്ണും അടച്ചിട്ട് ഉന്നം പിടിക്കുന്ന രാജാവിൻ്റെ ചിത്രം. അതുകൊണ്ട് തന്നെ ആ മുറിവേറ്റ അവൻ കണ്ണടച്ച് വെച്ചതുകൊണ്ട് തന്നെ ആ വികൃതമായ രൂപം ആ ചിത്രത്തിൽ വന്നതുമില്ല. അതിമനോഹരമായ ആ ചിത്രം കണ്ട് രാജാവ് അവനെ പ്രശംസിച്ചു. അങ്ങനെ കൈ നിറയെ സമ്മാനങ്ങൾ മേടിച്ച് അവൻ പോയി. അതുകൊണ്ട് ഈ കഥയിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം കൂട്ടുകാരെ? എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമുണ്ട്. അതാണ് ഈ കഥയുടെ സാരാംശം. അതുപോലെ നമ്മുടെ ജീവിതത്തിലും എന്തെങ്കിലും ഒരു പ്രതിസന്ധികളോ ഒരു പ്രശ്നങ്ങളോ വരുമ്പം എന്താണ് പ്രശ്നം എന്ന് കണ്ടെത്തി മനസ്സിലാക്കി അത് പരിഹരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. എല്ലാ പ്രശ്നങ്ങളും തരണം ചെയ്ത് മുൻപോട്ട് പോകുമ്പോഴാണ് നമ്മൾ ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ജയിക്കുന്നത്. നമ്മൾ ഒരുപാട് നന്നായി കാണാനൊന്നും ആഗ്രഹിക്കുന്നവർ നമുക്ക് ചുറ്റും ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടാതെ മുൻപോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ കഥ ഇവിടെ നിർത്തുവാണേ. നന്ദി.